മാസ്റ്റർ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PSCയുടെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ലെവലും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിനെ എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് പോകണം. അപ്പം അതിനു വേണ്ടി ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ നമ്മൾ ഒരു ഏപ്രിൽ 13 നടത്തിയ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ലെവൽ മാറിയിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യും. നമ്മളെല്ലാവരും കണ്ടു കാണും സാനിറ്ററി കെമിസ്റ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC വിളിച്ചത് അല്ലേ. അപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ മാസ്റ്റർ കീ ഓഗസ്റ്റ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാസ്റ്റർ കീയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്ന് വരെയാണോ എക്സാം എന്നാണോ വരുന്നത് അന്ന് വരെ ആയിരിക്കാം ഇതിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. According to quantum mechanics, it is impossible to precisely and simultaneously specify both the linear momentum and position of a particle. This principle is known as. That's the first question. നോക്കിക്കേ, ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. Pauli's antisymmetric principle, option B Hund's principle of maximum spin multiplicity, option C Heisenberg's uncertainty principle, and option D Aufbau principle. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലേ. ഏതാണ് ആ പ്രിൻസിപ്പിൾ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ പ്രിസൈസ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ ലീനിയർ മൊമെന്റം ആൻഡ് പൊസിഷൻ ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ. ഒരു മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷനും അതേപോലെ തന്നെ അതിന്റെ ലീനിയർ മൊമെന്റവും നമുക്കൊരിക്കലും ഒരുമിച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ, സൈമൾട്ടേനിയസ്ലി നമുക്കൊരിക്കലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ തന്നിരിക്കുന്നത്. ഏതായിരുന്നു ആ പ്രിൻസിപ്പിൾ? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെ. സോ ബാക്കി പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് no two electrons in an atom can have a same set of values for all the 4 quantum numbers അല്ലെ. നമ്മുടെ ആ ഒരു ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ 4 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും അതേപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പറും ഒരേപോലെ വരരുത് ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്. അതാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതിനകത്ത് നമുക്കറിയാം ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹൺസ് റൂളിലാണ് പറയുന്നത് എന്ത് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം പി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ PX, PY, PZ എന്ന് പറഞ്ഞ 3 ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു അല്ലെ. സോ എപ്പോഴും എങ്ങനെയായിരിക്കണം? സിംഗ്ലി ഫിൽഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടക്കാവൂ. അതായിരുന്നു ഏത് റൂൾ എന്ന് പറയുന്നത്? ഹൺസ് റൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഓഫ്ബാ പ്രിൻസിപ്പിൾ പറയുന്നത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഓർബിറ്റൽ. എങ്ങനെയായിരിക്കണം? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ എനർജി. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ ഒക്കെ ഡെൽറ്റ എക്സ് ഇൻറ്റു delta P which is greater than or equal to h by 4 pi. Okay, so നമുക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. സോ നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The Schrödinger equation consists of an energy operator is known as. Options നോക്കാം. Option A Hermitian, option B Hamiltonian, option C wave function, and option D Legendre. സോ ഏതാണ് ഈ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷനിലെ ആ ഒരു എനർജി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? ഏതായിരുന്നു ആ ഒരു എനർജി ഓപ്പറേറ്റർ? ഏതായിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? നമുക്കറിയാം H hat psi is equal to E psi. ഓക്കെ, H hat psi is equal to E psi. ഇതിനകത്ത് H hat എന്ന് പറയുന്നതാണ് നമ്മളുടെ ആരെന്ന് പറയുന്നത്? എനർജി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ആൻഡ് വിച്ച് ഇസ് നോൺ ആസ് എ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പൊ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ H hat psi is equal to E psi യിലെ എനർജി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആരാണ്? ഹാമിൽട്ടോണിയൻ. എന്താണ് psi എന്ന് പറയുന്നത്? psi എന്ന് പറയുന്നതാണ് വേവ് ഫംഗ്ഷൻ അല്ലെ. psi എന്ന് പറയുന്നതാണ് നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കിട്ടിയല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ ക്വസ്റ്റ്യൻ. The energy required to remove the outermost or valence electron from the isolated gaseous atom is called the first ionization energy. Which of the following elements has the lowest ionization energy?
So options are option A lithium, option B beryllium, option C carbon and option D fluorine. അപ്പം ഇതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജിയെ പറ്റിയാണ്. എന്തായിരുന്നു അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഇറ്റ്സ് ദ എനർജി ഓർ എൻതാൽപ്പി. എന്തിനു വേണ്ടിയാണ്? റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ എം എന്ന് പറയുന്ന ഒരു എലിമെന്റ് എടുത്തു. ഓക്കെ, സോ ഇറ്റ് ലോസസ് വൺ ഇലക്ട്രോൺ. ഇതൊരു ഇലക്ട്രോണെ ലോസ് ചെയ്ത് എന്തായിട്ട് മാറി? എം പ്ലസ് ആയിട്ട് മാറി. സോ എം പ്ലസ് ആകുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന്റെ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. സോ നോക്കിക്കേ ക്വസ്റ്റ്യൻ. ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഓർ വാലൻസ് ഇലക്ട്രോൺ, അല്ലെ? വാലൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഈസ് കോൾഡ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. സോ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആർക്കാണ് ഏറ്റവും ലോവസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് എന്നാണ്, അല്ലെ? സോ നോക്കിക്കേ ഏതൊക്കെയാണ് ഓപ്ഷൻ. നമുക്കറിയാം ഒരേ പീരീഡിലെ മെമ്പേഴ്സ് ആണ് ഇവർ. ആരൊക്കെയാണ്? ലിഥിയം ഉണ്ട്, ബെറിലിയം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബോറോൺ ഉണ്ട്, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. Okay, and the last one is 18th group in the neon ഉണ്ട്. Okay, so lithium, beryllium, boron, copper, nitrogen, oxygen, fluorine, neon നമുക്കറിയാം സെക്കൻഡ് പീരീഡിലെ മെമ്പേഴ്സ് ആണ്. അലോങ് ദ പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് പറ്റും? അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ഇൻക്രീസസ്. കാര്യം എന്താണ്? ഡ്യൂ ടു സ്മോൾ സൈസും അതേപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഒക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട്, അല്ലെ? ഓക്കെ, സോ അലോങ് ദ പീരീഡ് എന്ത് പറ്റുമെന്ന്? അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരായിരിക്കാം? ഈ ഒരു റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്ലൂറിൻ ആയിരിക്കാം. പിന്നെ ഇവിടെ ആരായിരിക്കാം വരുന്നത്? കാർബൺ, പിന്നെ ബെറിലിയം, പിന്നെ ദ ലീസ്റ്റ് വൺ, ദ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ആർക്കായിരിക്കാം? ലിഥിയത്തിനായിരിക്കാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ലിഥിയം. ഓക്കെ, സോ അയണൈസേഷൻ എൻതാൽപ്പി എന്താന്ന് നമുക്കറിയാം. അലോങ് ദ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഇൻക്രീസസ് ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഓൾസോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് കൂടുതൽ എനർജി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും, അല്ലെ? അതുകൊണ്ടാണ് അലോങ് ദ പീരീഡ് എന്ത് പറ്റുന്നത്? സൈസ് കുറയുന്ന അനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടിക്കൂടി വരുന്നത്. പക്ഷെ ഡൗൺ ദ ഗ്രൂപ്പ് വന്ന് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡൗൺ ദ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഡിക്രീസസ്. കാരണം അവിടെ സൈസ് കൂടിക്കൂടിയാണ്, ഷെല്ലിന്റെ നമ്പർ കൂടിക്കൂടി വരും. സോ സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അന്നേരം ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ദ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ആർക്കാണ്? ലിഥിയത്തിനാണ്. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഇൻ പോളിംഗ് സ്കെയിൽ? Which of the following is in correct order of electron negativity values in Pauling scale? Options എന്തൊക്കെയാണ്? Chlorine greater than bromine, greater than iodine, greater than fluorine, and second fluorine greater than chlorine, which is greater than iodine, which is greater than bromine, and the third one fluorine, chlorine, bromine, iodine the order വന്നിട്ടുണ്ട്. And option D iodine ഏറ്റവും highest, പിന്നെ bromine, പിന്നെ fluorine and chlorine. Okay, so 4 options വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ അതിന്റെ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ ഏതാണ് കറക്റ്റ് വൺ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സ്കെയിൽ ഉണ്ടാകും, അല്ലെ? പോളിംഗ് സ്കെയിലും ഉണ്ട്, അതേപോലെ തന്നെ മില്ലിക്കൻ സ്കെയിലും ഉണ്ട്. ഓക്കെ, സോ പോളിംഗ് സ്കെയിലിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്നൊക്കെ. എന്താണ് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മീൻസ് ഇസ് എ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം or tendency of an element എന്താകാനുള്ളതാണ്? ടു ബിക്കം എ നെഗറ്റീവ്, അല്ലെ? ഒരു നെഗറ്റീവ് ആകുക, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇസ് എ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു ഗെയിൻ ആൻ ഇലക്ട്രോൺ. ഓക്കെ, സോ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ആണ് ആ ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. സോ നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത്
നമ്മൾ അലോങ് ദ പീരീഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ, ഗ്രൂപ്പിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ എന്താണ്? ഡിക്രീസസ്. Okay, so along the period the value increases and down the group it decreases. Okay, so നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആരെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആണ്. നമുക്കറിയാം അവരെല്ലാം 17th ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നൊക്കെ പറയുന്ന 17th ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. സോ ആർക്കായിരിക്കാം ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഡിക്രീസ് ചെയ്യും നമ്മൾ പഠിച്ചത് അല്ലേ. സോ ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത്? ഫ്ലൂറിൻ. ഓക്കെ, സോ ഫ്ലൂറിൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത്. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഏതായിരിക്കാം ഓർഡർ വരുന്നത്? ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കാം. ഫ്ലൂറിൻ, പിന്നെ ക്ലോറിൻ, അത് കഴിഞ്ഞ് ബ്രോമിൻ, ആൻഡ് ലീസ്റ്റ് വൺ ഇസ് അയോഡിൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഓർഡർ. ഓർത്ത് വെച്ചാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോളിംഗ് സ്കെയിൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 4 ആണ്. ഓക്കെ, സോ ക്ലോറിൻ ആണെങ്കിൽ അതൊരു 3.5 വരും, ബ്രോമിൻ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 2.8 ആൻഡ് അയോഡിൻ ആണെങ്കിൽ 2.5. ഓക്കെ, സോ ഫ്ലൂറിൻ ആണ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ആൽക്കലി മെറ്റൽസ് ആണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കലി മെറ്റൽസിനായിരിക്കാം എന്തുള്ളത്? ഈ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഏറ്റവും ലീസ്റ്റ് ഉള്ളത്. അതിൽ സീസിയം ഒക്കെയാണ് നമ്മൾ ദ ലീസ്റ്റ് 0.7 ഒക്കെയാണ് നമ്മുടെ സീസിയം. ഈ ഒരു ഗ്രൂപ്പ് 1 ഉണ്ടല്ലോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ആ ഒരു ഗ്രൂപ്പ് 1ലെ മെമ്പേഴ്സിനായിരിക്കാം ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത്. അപ്പം അതിലെ സീസിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 0.7 വാല്യൂ ഒക്കെ അവിടെ കാണിക്കാറുണ്ട്. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഇസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന ഓർഡറിലാണ് പോകുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In quantitative chemical analysis, the term precision refers to option A, accurate result, option B, theoretical result, option C, abnormal result, and option D, reproducible result. നമ്മൾ പഠിച്ചിട്ടുള്ള ടേംസ് ആണ് അല്ലെ. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് അറിയാവുന്ന 2 ടേംസ് ആണ് പ്രിസിഷനും അതേപോലെ തന്നെ ആക്യുറസി. എന്തായിരുന്നു പ്രിസിഷൻ എന്ന് വെച്ചാൽ? റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ റിസൾട്ട് നമ്മൾ നോക്കുന്നത് അല്ലെ. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ആ ഒരു വേർഡ് തന്നെ അറിയാം. നമ്മൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ റീപ്രൊഡ്യൂസിബിലിറ്റി എത്രയാണെന്നാണ് നമ്മൾ നോക്കാറുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഹൗ ക്ലോസ്ലി ടു ദി അനദർ വൺ, വേറെ ഒരു വാല്യൂമായിട്ട് എന്തുമാത്രം ക്ലോസ്ഡ് ആണ് എന്നാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. ടു അനദർ വൺ, ഓരോ നെക്സ്റ്റ് നമ്മൾ ഓരോ പ്രാവശ്യം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അവർ തമ്മിൽ എന്തുമാത്രം ക്ലോസ്നെസ് ഉണ്ട്, അതാണ് നമ്മൾ പ്രിസിഷൻ വഴി നോക്കുന്നത്. എന്നാൽ ആക്യുറസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഹൗ ക്ലോസ് ടു എ സ്റ്റാൻഡേർഡ് വാല്യൂ, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂമായിട്ട് എന്തുമാത്രം ക്ലോസ്നെസ് ഉണ്ട് എന്നാണ് നമ്മൾ ആക്യുറസി എന്ന് പറഞ്ഞ ടേം വെച്ച് നോക്കുന്നത്. സോ നമ്മുടെ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? റീപ്രൊഡ്യൂസിബിൾ ആണ്. ഓക്കെ, നമ്മൾ ഇപ്പം 1.9 1.87, സോ ഇങ്ങനെ അടുത്തടുത്ത കുറച്ച് വാല്യൂസ് തമ്മിൽ ആ ഒരു ക്ലോസ്നെസ് എന്തുമാത്രം ഉണ്ട് എന്ന്, ആ ഒരു റീപ്രൊഡ്യൂസിബിൾ ചെയ്യാൻ നമ്മൾ ആ എക്സ്പെരിമെന്റ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുമാത്രം അവരുടെ ഇടയിൽ ആ വാല്യൂസിനിടയിൽ ക്ലോസ്നെസ് ഉണ്ട്, അതാണ് നമ്മൾ പ്രിസിഷൻ എന്ന ടേം വെച്ച് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റീപ്രൊഡ്യൂസിബിൾ റിസൾട്ട് ആണ്. ആക്യുറസിയിൽ നമ്മൾ എന്താണ്? ഹൗ ഇറ്റ് ഈസ് ക്ലോസ് ടു എ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂമായിട്ട് എത്രമാത്രം ക്ലോസ്നെസ് ഉണ്ട് എന്നാണ് നമ്മൾ ആക്യുറസിയുടെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, സോ നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following radiation is employed to study vibrational spectrum of a molecule? So spectroscopy എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ എന്താണ് ക്വസ്റ്റ്യൻ? Which of the following radiation is employed to study vibrational spectrum of a molecule? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഓപ്ഷൻ ബി മൈക്രോവേവ് റേഡിയേഷൻ, ആൻഡ് ഓപ്ഷൻ സി അൾട്രാവയലറ്റ് റേഡിയേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി എക്സ്റേ. സോ ഏത് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്? സോ നമുക്കറിയാം വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് അല്ലെ. സോ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓർ IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് നമ്മുടെ ഈ ഒരു വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? മൈക്രോവേവ് റേഡിയേഷൻസ് ആയിരിക്കാം നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. NMRലാണെങ്കിൽ നമ്മൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്യും. മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പിയിൽ
ഗാമ റേസ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിയിൽ എക്സ്റേ ആയിരിക്കാം, അതേപോലെ തന്നെ അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അതിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. Okay, so we are moving to the next question. In order to record the proton NMR spectrum, which of the following compound is used as a reference? Okay, so options എന്തൊക്കെയാണ്? Option A tetramethylsilane, option B dimethyl sulfoxide, option C D2O and option D CDCl. Okay, so എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കറിയാം NMR സ്പെക്ട്രം, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ആണ് എന്തെന്ന് പറയുന്നത്? NMR സ്പെക്ട്രം എന്നത്. അപ്പൊ പ്രോട്ടോൺ NMR സ്പെക്ട്രത്തിൽ, H1 NMR സ്പെക്ട്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് എന്താണ്? നമുക്കറിയാം ആ ഒരു സ്പെക്ട്രം ഒക്കെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പീക്സ് ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പെക്ട്രം ഒക്കെ വരയ്ക്കുമ്പം ഈ ഒരു എൻഡിലാണ് ആരുണ്ട്? ഒരു റെഫറൻസ് ഉണ്ട് അല്ലെ? സോ ആ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആരെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? TMS അല്ലെ? TMS ആരാണ്? ടെട്രാമീഥൈൽ സിലൈൻ, TMS. ടെട്രാമീഥൈൽ സിലൈൻ ആയിരിക്കാം നമ്മളുടെ ആരെന്ന് പറയുന്നത്? റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആയിരിക്കാം ആൻസർ. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ ക്വസ്റ്റ്യൻ എന്താണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 8. Paper chromatography is an example of option A adsorption chromatography, option B ion exchange chromatography, option C high performance liquid chromatography and option D partition chromatography. So paper chromatography എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ക്രോമാറ്റോഗ്രഫി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെപ്പറേഷൻ ടെക്നിക് ആണ് അല്ലെ? നമ്മുടെ ഒരു കളേർഡ് കോമ്പൗണ്ട്സിനെയും അങ്ങനെ അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ മിക്സേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്താ? ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. സോ അതിൽ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അതേപോലെ തന്നെ കിടപ്പുണ്ട് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ദാറ്റ് ഈസ് HPLC. ഓക്കെ, ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്, ആൻഡ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ഉണ്ട്. സോ വാട്ട്സ് ദ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് അതിന്റെ ആ ഒരു എക്സാമ്പിൾ? എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്? എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരാറുള്ളത്? പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, ഒരു ലിക്വിഡ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിൽ വരുന്നതാണ് കോളം ക്രോമാറ്റോഗ്രഫി, അതുപോലെ TLZ, ഇതെല്ലാം നമ്മുടെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. നമുക്കറിയാം ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്സിൽ നമ്മൾ 2 ഫേസ് എടുക്കും അല്ലെ? ഏതൊക്കെയായിരുന്നു? സ്റ്റേഷനറി ഫേസും ഉണ്ട്, അതേപോലെ തന്നെ മൊബൈൽ ഫേസും ഉണ്ട്. സ്റ്റേഷനറി ഫേസ് സോളിഡോ ലിക്വിഡോ ആകാം, ആൻഡ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഏതായിരിക്കാം? ഇറ്റ് മേ ബി ലിക്വിഡ് ഓർ ഗ്യാസ് ആയിരിക്കാം വരുന്നത്. ഓക്കെ, സോ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. സോ അതിൻ്റെ അകത്ത് വരുന്ന ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്? പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഓക്കെ, സോ നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The analytical technique that involves observing the change in weight of the substance as a function of temperature is called option A mass spectroscopy, option B differential scanning calorimetry, option C thermogrametry and option D differential thermal analysis. Okay, so എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു analytical technique that involves observing the change in weight of the substance or change in mass of a substance as a function of a temperature. Okay, so temperature with respect to നമ്മൾ thermo analytical principle അല്ലെങ്കിൽ തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സിനകത്ത് വരുന്ന ടെക്നിക്സ് ആണ്. എന്തോ തെർമോ അനലിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറുമായിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ മാസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി DSC, ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി എന്നൊരു തെർമോ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. തെർമോഗ്രാമെട്രിക് അനാലിസിസ് TGA,
ആൻഡ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് DTA. ഇതെല്ലാം എന്ന് പറയുന്നത് തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. ഈ തന്നിരിക്കുന്നതെല്ലാം തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. സോ തെർമോ അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻ ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? മാസ് എന്ന് പറയുമ്പോൾ ഓർത്തുവാണ് ഇവിടെ ആരുണ്ട്? ഗ്രാവിമെട്രി എന്നൊരു ടേം കിടപ്പുണ്ട് അല്ലേ? സോ ഗ്രാവിമെട്രി എന്നൊരു ടേം കിടക്കുമ്പോൾ ഓർത്തോണം, ഗ്രാവിമെട്രിയിലൊക്കെ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മാസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ അല്ലെ എത്ര എമൗണ്ട് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ, സോ അതൊക്കെ വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കിക്കോണം. തെർമോഗ്രാവിമെട്രിക് അനാലിസിസിലാണ് നമ്മൾ ചേഞ്ച് ഇൻ മാസ്, that is delta M versus temperature വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് ഒക്കെ വെച്ചുകൊണ്ട് നോക്കാറുണ്ട്. ഓക്കെ, സോ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ആണ് ഇവിടുത്തെ ആൻസർ TGA. ഇനി ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി നമ്മൾ എന്താ നോക്കുന്നത്? ഡിഫറൻസ് ഇൻ ഹീറ്റ് ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ഹീറ്റ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. ഡിഫറൻസ് ഇൻ ഹീറ്റ്. ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിലോ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ നോക്കുന്ന ആരാണ്? ഡിഫറെന്റ് ഹീറ്റ് കണ്ടന്റ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ഹീറ്റ് കണ്ടന്റ്. ഇവിടെ നമ്മൾ ഡിഫറൻസ് ഇൻ ഹീറ്റ് ഫ്ലോ ആണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രിയിലെ ഡിഫറൻസ് ഇൻ ഹീറ്റ് ഫ്ലോ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്ന ഡിഫറൻസ് ഇൻ ഹീറ്റ് കണ്ടന്റ് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിൽ നമ്മൾ വരയ്ക്കാറ് ഉള്ളത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ആണ്. ഓക്കെ, ആൻഡ് ഡിഫറൻസ് ഇൻ ഹീറ്റ് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണെങ്കിൽ അതാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രിയിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിഫറൻസ് ഇൻ ഹീറ്റ് കണ്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, സോ നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾട്ട് AS2S3 which of the following species will be more effective? Option A Na+, option B Cl-, option C Al3+, and option D A. ഇപ്പൊ എന്തിന്റെ കാര്യം പറഞ്ഞത്? കൊയാഗുലേഷന്റെ കാര്യം പറഞ്ഞു അല്ലെ. നെഗറ്റീവ്ലി ചാർജ്ഡ് സോളിന്റെ കൊയാഗുലേഷൻ AS2S3 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ തന്നിട്ടുണ്ട്. സോ അതിന്റെ കൊയാഗുലേഷൻ ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 4 പേരില്ല. അയോൺസ് ഉണ്ട്, അതേപോലെ തന്നെ എലിമെന്റും തന്നിട്ടുണ്ട്. ഈ 4 പേരിൽ ആര് വരുമ്പോഴാണ് കൊയാഗുലേഷൻ മോർ എഫക്റ്റീവ് ആവുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ കൊയാഗുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു റൂളുണ്ട്, ഹാർഡി-ഷെലൂസ് റൂൾ അല്ലെ. സോ എന്താണ് ഹാർഡി-ഷെലൂസ് റൂൾ പറയുന്നത്? ലാർജർ ദി ചാർജ് ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ. നമ്മൾ എടുക്കുന്ന ആ ഒരു കൊയാഗുലേറ്റിംഗ് അയോണിന്റെ ചാർജ് ലാർജർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കുക? മോർ എഫക്റ്റീവ്. അല്ലെങ്കിൽ കൊയാഗുലേഷൻ എങ്ങനെയായിരിക്കുക? ഗ്രേറ്റർ ആയിരിക്കുക. ഗ്രേറ്റർ ഇസ് ദ കൊയാഗുലേഷൻ. സോ ലാർജർ ദ ചാർജ് ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺസ്, greater is the coagulation. ഇപ്പൊ നമുക്ക് K+ പൊട്ടാസ്യം ഉണ്ട്, Mg2+, മഗ്നീഷ്യം ഉണ്ട്, Al3+ ഉണ്ട്. ഓക്കെ, സോ ഈ 3 അയോൺസ് തന്നിട്ട് ഇതിൽ ഏത് അയോൺസ് വരുമ്പോഴാണ് കൊയാഗുലേറ്റിംഗ് അയോൺസ് വരുമ്പോഴാണ് ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ്, കൊയാഗുലേഷൻ ഈസി ആയിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോണ് ലാർജർ ദി ചാർജ് ഏറ്റവും കൂടുതലുള്ള ഏത് അയോൺസ് ആണോ അവർ വരുമ്പോഴായിരിക്കാം കൊയാഗുലേഷൻ കൂടും. സോ ഇവിടെ കൊയാഗുലേഷൻ കൂടുന്നത് ആര് വരുമ്പോഴായിരിക്കാം? Al3+. ഇനി ഞാൻ I-, SO4 2-, അതേപോലെ തന്നെ PO4 3-. ഓക്കെ, സോ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് തന്നിരിക്കുന്നത്. ഇവിടെയും എങ്ങനെയായിരിക്കാം? ലാർജർ ദി ചാർജ്. ഓക്കെ, സോ ആ ഒരു നമ്പർ, ആ വാല്യൂ ഏറ്റവും കൂടുതലുള്ള ആൾക്കായിരിക്കാം എന്ത് വരുന്നത്? ആ ഒരു കൊയാഗുലേറ്റിംഗ് പവർ കൂടി നിൽക്കുന്നത്. സോ ഇവിടെ നോക്കിക്കുക ഓപ്ഷൻസ്. ഓപ്ഷൻ എ Na+, ഓപ്ഷൻ ബി Cl-, ഓപ്ഷൻ സി Al3+, ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഡ്. സോ ഇതിൽ ഏതിനാണ് ഏറ്റവും ചാർജ് കൂടി നിൽക്കുന്നത്? ഏതാണ്? ലാർജർ ദ ചാർജ് ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ, ഗ്രേറ്റർ ഇസ് ദ കൊയാഗുലേഷൻ അല്ലെ. അതാണ് ഹാർഡി-ഷെലൂസ് റൂൾ പറയുന്നത്. സോ ഇവിടെ ആൻസർ ഏതായിരിക്കാം? Al3+ ആയിരിക്കും. ഓക്കെ, സോ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോൾഡ് നമ്പർ of A, B, C and D are 0.13, 0.013, 0.003 and 0.31. The order of protective power of these is.
സോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഇൻക്രീസിംഗ് ഓർഡർ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലൊക്കെ തന്നിട്ടുണ്ട്. A greater than B greater than C greater than D, and option B C greater than B greater than A greater than D, and C D greater than A greater than B greater than C, and D none of the above. Okay, so 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഗോൾഡൻ നമ്പർ ആ ഒരു പ്രൊട്ടക്റ്റീവ് പവർ ആണ്. അവരുടെ ഗോൾഡൻ നമ്പർ വാല്യൂ ABCD എന്ന് പറയുന്ന 4 പേരുടെയും ആ ഒരു ഗോൾഡൻ നമ്പറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എയുടെ എത്രയാണ്? 0.13 ആണ്. ആൻഡ് ബിയുടേത് 0.013 ആണ്. ആൻഡ് സിയുടേത് 0.003 ആണ്. ആൻഡ് ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ആ ഒരു 4ാമത്തെ ആളുടേത് 0.31 ആണ്. ഓക്കെ, സോ എന്താണ് ഈ ഗോൾഡൻ നമ്പർ എന്ന് പറയുന്നത്? നമുക്കറിയാം ആ ഒരു പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് എ കൊളോയിഡ്. നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് കൊളോയിഡ്സിൽ പ്രൊട്ടക്റ്റീവ് പവർ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഏതെന്ന് പറയുന്നത്? ഗോൾഡൻ നമ്പർ എന്ന് പറയുന്നത്. സോ ഗോൾഡൻ നമ്പർ ഇസ് എ ടേം യൂസ്ഡ് ടു എന്തിനാണ്? എന്തുമാത്രമാണ് അവരുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് പവർ, നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് കൊളോയിഡൽ സോളിൽ എത്രമാത്രം പ്രൊട്ടക്റ്റീവ് പവർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ഗോൾഡൻ നമ്പർ. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കൊളോയിഡൽ സോൾ ഇൻ milligrams. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെന്റ് coagulation of 10 ml of a given gold salt on adding 1 ml of a 10% of NaCl solution. So ഇതാണ് ഗോൾഡൻ നമ്പറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. ദ എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡൽ സോൾ ഇൻ milligrams. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെന്റ് ദി കൊയാഗുലേഷൻ ഓഫ് എ ഗിവൺ ഗോൾഡ് സോൾ. എത്രയാണ്? 10 ml ഓഫ് ഗോൾഡ് സോൾ. എപ്പോഴാണ്? ഓൺ ആഡിങ് 1 ml ഓഫ് 10% NaCl സൊല്യൂഷൻ. ഓക്കെ, സോ നമ്മൾ 10% NaCl സൊല്യൂഷന് ഈ ഒരു 10 ml ഗോൾഡ് സോളിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് പവർ ഉണ്ട്, ആ ഒരു പ്രിവെന്റ് ചെയ്യാൻ എത്രമാത്രം നമുക്ക് വേണ്ടി വന്നു, അത് മില്ലിഗ്രാമിലാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോൾഡൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്മോളർ ദി ഗോൾഡൻ നമ്പർ ഹയർ ഇസ് ദ പ്രൊട്ടക്റ്റീവ് പവർ. എന്താണ് പറഞ്ഞത്? സ്മോളർ ദി ഗോൾഡൻ നമ്പർ, ഗോൾഡൻ നമ്പറിന്റെ വാല്യൂ ഏറ്റവും കുറവാണെങ്കിൽ എന്തായിരിക്കാം? പ്രൊട്ടക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, സോ നോക്കിക്കേ, 4 പേരുണ്ട് ഇവിടെ. ആരൊക്കെയാണ്? ABCD എന്ന് പറയുന്ന 4 പേരെ തന്നിട്ടുണ്ട്. സോ ഇതിൽ ആർക്കാണ് പ്രൊട്ടക്റ്റീവ് പവർ കൂടുതലുള്ളത്? അവരുടെ ആ ഒരു ഓർഡർ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഉള്ളത് ആർക്കാണ്? C ആണ് അല്ലെ. സോ അതിനായിരിക്കുമല്ലോ ഏറ്റവും ഹയസ്റ്റ് പ്രൊട്ടക്റ്റീവ് പവർ ഉള്ളത്. സ്മോളർ ദി ഗോൾഡൻ നമ്പർ വാല്യൂ ഗ്രേറ്റർ ഇസ് ദ പ്രൊട്ടക്റ്റീവ് പവർ അല്ലെ. അപ്പൊ C ആണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. C കഴിഞ്ഞിട്ട് പിന്നീട് ആരായിരിക്കാം? B അല്ലെ. സോ B കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ആരായിരിക്കാം? 0.13 ആയിരിക്കാം അല്ലെ. ദാറ്റ് ഈസ് A ആയിരിക്കാം. ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്ന ആരായിരിക്കാം? D ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ. C B A D. C greater than B greater than A greater than D. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡൻ നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്മോളർ ദി ഗോൾഡൻ നമ്പർ ഗ്രേറ്റർ ഇസ് ദ പ്രൊട്ടക്റ്റീവ് പവർ. ഓക്കെ, ഇപ്പൊ ഓർത്തുള്ളൂല്ലോ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ്.